എല്ലാ കാലത്തും എന്ന് പറയാവുന്ന വിധത്തിൽ UDF-നൊപ്പം നിന്നിട്ടുണ്ട് NSS. ഞങ്ങൾ സമദൂര നിലപാടിലാണ്, ശരിദൂര നിലപാടിലാണ് എന്നൊക്കെ ആലങ്കാരികമായി പറയുമെങ്കിലും ഇടതുപക്ഷ വിരുദ്ധ നിലപാട് തന്നെയായിരുന്നു NSS കാലാകാലങ്ങളായി സ്വീകരിച്ചിരുന്നത്. അത് വളരെ തീവ്രമായി സ്വീകരിച്ച ഘട്ടങ്ങളുണ്ട്, എന്നാൽ ലഘുവായി മാത്രം സ്വീകരിച്ചിട്ടുള്ള ഘട്ടങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രകടമായി സർക്കാരിന് അനുകൂലമായി NSS ജനറൽ സെക്രട്ടറി സംസാരിക്കുന്നു. അതേ നിലപാട് SNDP ജനറൽ സെക്രട്ടറി ആവർത്തിക്കുന്നു. കോൺഗ്രസിന് ഈ വിശ്വാസ സംരക്ഷണ കാര്യത്തിൽ ആത്മാർത്ഥതയില്ല എന്ന് തുടർച്ചയായ രണ്ടാമത്തെ ദിവസമാണ് G. സുകുമാരൻ നായർ പറയുന്നത്. നിങ്ങൾ വിഷമവൃത്തത്തിലായോ? ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു വിഷമവൃത്തവുമില്ല. ഞങ്ങൾ മതേതര സ്വഭാവമുള്ള പാർട്ടിയാണ്. ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയ പാർട്ടിയാണ്. ഈ രാജ്യത്തെ മുഴുവൻ മതേതര വിശ്വാസികളെയും അതുപോലെ തന്നെ വിശ്വാസമില്ലാത്ത ആളുകളെയും ഒക്കെ കൂട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ച് കൊണ്ടുവേണ്ട ഉത്തരവാദിത്തമുള്ള ഒരു പാർട്ടിയാണ് ഞങ്ങളുടേത്. അപ്പം ഞങ്ങളുടെ നിലപാടുകളൊക്കെ എല്ലാ കാലത്തും എന്നും ഒരേ നിലപാടുകൾ തന്നെയാണ്. ഇപ്പോൾ അരുൺകുമാർ എൻ്റെ സംസാരം കേട്ടപ്പോൾ ഞാനൊരു സീരിയസ് ചർച്ചയ്ക്കാണ് വന്നത്. പക്ഷെ അങ്ങനെ ഒരു സീരിയസ് ആയി എനിക്ക് ഈ വിഷയം തോന്നുന്നില്ല. കാരണം ഇനി അരുൺകുമാർ എന്നെ സഖാവെന്നോ എന്നെ ലാൽ സലാമെന്നോ അല്ല വിളിക്കാൻ പോകുന്നു. ഇനി ഇവർ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഇവരുടെ അഭിസംബോധനയ്ക്ക് വലിയ മാറ്റം വരും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ജയ് സ്വാമി അയ്യപ്പ, അതുപോലെ തന്നെ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയും സംസാരം അവസാനിപ്പിക്കുകയും പ്രസംഗം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന സഖാക്കളെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുന്ന സഖാക്കളെ നമുക്കൊരു പക്ഷേ കാണാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ചില മതചിഹ്നമുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെയാണ് കാണാൻ കഴിയുക. സ്വാഭാവികമായും ഇവരുടെ രാഷ്ട്രീയം മാറി, ഇടതുപക്ഷ സ്വഭാവത്തിൽ നിന്ന് പൂർണ്ണമായി മാറി തീവ്ര വലതുപക്ഷ നിലപാടിലേക്ക് പോയ ഒരു പാർട്ടിയായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി എന്നാണ് യാഥാർത്ഥ്യം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ പറയുന്നില്ല, കേരളത്തിൽ പിണറായി വിജയൻ നയിക്കുന്ന പാർട്ടി തീവ്ര വലതുപക്ഷ നിലപാടിലേക്ക് പോയ പാർട്ടിയായി മാറി എന്നുള്ളതാണ്. ആ വിമർശനം ഉന്നയിക്കുമ്പോൾ ഒരു പ്രശ്നം അനിൽ അക്കര, NSS-നെയും SNDP യോഗത്തെയും ഒക്കെ ഈ പറഞ്ഞ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്തേണ്ടി വരും. കോൺഗ്രസ് പോലൊരു പാർട്ടിക്ക് അങ്ങനെ സാധിക്കുമോ? NSS-ഉമായും SNDP-യുമായിട്ടൊക്കെ ബന്ധം പുലർത്തിയിരുന്നു എന്ന് മാത്രമല്ല, രണ്ട് കൂട്ടരുടെയും രാഷ്ട്രീയ പാർട്ടികൾക്ക് നിങ്ങൾ രാഷ്ട്രീയ അഭയം നൽകിയിട്ടുണ്ട്, മുന്നണിയിൽ ഉണ്ടായിട്ടുണ്ട്, മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ഈ സംഘടനകളുടെയൊക്കെ തലപ്പത്തിരുന്ന ആളുകളുമായി അടുത്ത ബന്ധമോ അല്ലെങ്കിൽ സഖ്യമോ ഒക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പാണോ? അല്ല, ഞാൻ പറഞ്ഞത് എന്താണ്, ഞാൻ SNDP-യെയും NSS-നെയും തീവ്ര നിലപാടുള്ള മതേതര മതസംഘടനകൾ ഞാൻ സൂചിപ്പിച്ചിട്ടില്ല. ഞാൻ CPM-ന്റെ സംവിധാനത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. അത് ഇന്ന് SNDP മുഴുവൻ CPM-ന്റെ കൂടെയാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. NSS പൂർണ്ണമായും അവരുടെ നിലപാട് CPM-ന്റെ കൂടെയാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ പ്രത്യേക നിലപാട് സ്വീകരിച്ചു. ഞങ്ങൾ ശബരിമല നടന്ന സംഗമത്തിൽ ശബരിമല വിഷയം ഞങ്ങൾ ബഹിഷ്കരിച്ച ആളുകളാണോ? ഞങ്ങൾ ബഹിഷ്കരിച്ച ആളുകളല്ല. ഞങ്ങൾ അതിനെ ഒരു ഘട്ടത്തിലും എതിർത്തിട്ടില്ല. ഞങ്ങളുടെ നിലപാടാണ് പറഞ്ഞത്. ആ വിഷയത്തിൽ സർക്കാർ മുൻ സ്വീകരിച്ച നിലപാടിൽ നിന്ന് മാറിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ഞങ്ങൾ ചോദിച്ചത്. NSS അവിടെ പോകുന്നത് ഞങ്ങൾ എതിർത്തോ? SNDP ഞങ്ങൾ അവിടെ പോകുന്നതിന് എതിർത്തോ? ആ രീതിയിൽ അഭിലാഷം എന്നെ വ്യാഖ്യാനിക്കരുത്. ഞാൻ പറഞ്ഞു വന്നതല്ല. ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ കാലങ്ങളിൽ CPM എടുത്ത നിലപാടിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ നിലപാട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്.